ഹലോ. അപ്പോൾ വെൽക്കം ടു പാറസ് ഡെയിലി ഡോസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചാപ്പൂൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞത് ഈ കോണ്ടന്റ് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ, ചിലതൊക്കെ നമ്മുടെ മെമ്മറീസൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അതാണ് കേട്ടോ, എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആയിരിക്കും ഇത്. കൊച്ചാപ്പൂ അതൊന്ന് റിഹേഴ്സൽ ചെയ്യുവാണ് കേട്ടോ, അവൻ്റെ പാട്ടൊക്കെ. ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആയതുകൊണ്ട് ആൾ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹാർഡ് വർക്കും ചെയ്യും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ. അതൊക്കെ അവൻ്റെ നല്ല ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ. റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു സലൂണിലാണ് കേട്ടോ, കൊച്ചാപ്പൂനൊന്ന് ഗ്രൂം ചെയ്യാനായിട്ട്. കാരണം ടീച്ചർ പറഞ്ഞായിരുന്നു നമ്മളോട് മുടിയെല്ലാം വെട്ടി ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് വരണം എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇവൻ്റെ മുടിയെല്ലാം ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ തന്നെയാണ് ഹൈ മേക്കപ്പൊക്കെ ചെയ്ത് ആളെ വിടേണ്ടത്. വേറെ അവർ സ്കൂളിൽ നിന്നും ചെയ്യത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മുടെ മോനെ അവൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടി നമ്മൾ ഒരുക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടത്. ആ വർഷങ്ങൾക്ക് ശേഷമാണ് വിഹാനം ഇങ്ങനെ ഇരിക്കണത് അല്ലേ? 5 വർഷത്തിന് ശേഷം മമ്മി ഇങ്ങനെ വിളിക്കണം. പണ്ട് മമ്മി മിഹാനൊക്കെ ഒരുക്കി പൊട്ടൊക്കെ തൊട്ട് പിന്നെ പിരികൊക്കെ എഴുതി സുന്ദരിയാക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഈ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് മേക്കപ്പ് ചെയ്യണതും അതുപോലെ അവൻ്റെ ഫസ്റ്റ് മേക്കപ്പ് എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ നല്ലൊരു ഇമോഷണൽ മൊമെൻറ്റും ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് പിക്ചറൊക്കെ എടുത്തു. ഇതേ നോക്കി അവൻ്റെ പിക്ക് കണ്ടോ, നല്ലൊരു പംകിൻ പോലെ ഇരിക്കുന്നല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ അവരുടെ സ്കൂളിലേക്ക് പോയി. ബാൽഭവൻ പബ്ലിക് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്, UKG കേട്ടോ. അപ്പം അന്നത്തെ ദിവസം അവരുടെ KGയുടെ ആനുവൽ ഡേ ആയതുകൊണ്ട് അവിടെ അവരുടെ പാരൻസും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. 10:30-ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടേക്കൊന്ന് പോയി ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് നേരെ കുറച്ച് പടങ്ങളും പിക്ചറൊക്കെ എടുത്ത് ഞാനും അമ്മയും കൂടി പിന്നെ കൊച്ചിനെ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി വിട്ടു കേട്ടോ. അപ്പം അതിനുവേണ്ടി ഭയങ്കര നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നല്ല സൂപ്പർ പെർഫോമൻസ് ആയിട്ടോ. വിചാരിച്ച പോലെ ആയില്ല, നന്നായിട്ട് അവൻ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതിൽ എടുത്തു പറയേണ്ട അവരുടെ ടീച്ചേഴ്സിനെ കേട്ടോ. ഈ പിള്ളേരെ ഇത്രയും നന്നായിട്ട് ട്രെയിൻ ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. ആ പിള്ളേരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടോ. ഇവരുടെ ആയിരുന്നു ഫസ്റ്റ് പെർഫോമൻസ് കേട്ടോ. അതായത് ഇവരുടെ സ്കൂളിൻ്റെ സാറാണ് GC ലഖാൻ സാർ. അപ്പോൾ സാറിനെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം അങ്ങനെ നല്ല നല്ല രീതിയിൽ അവരത് പെർഫോം ചെയ്യുന്നുള്ളതാണ്. അവരുടെ ആ യൂണിഫോമിറ്റിയൊക്കെ കണ്ടോ, കൈയെല്ലാം ഇങ്ങനെ കൂട്ടി ഒരുമിച്ച് പിടിച്ച് എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ടാണ് അവരെല്ലാവരും ചെയ്തത് കേട്ടോ. ഇതിനൊക്കെ ഇവരുടെ ടീച്ചേഴ്സിനെ തന്നെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർ ഇത്രയും പിള്ളേരെ ഇത്രയും നല്ല രീതിയിൽ പെർഫോമൻസിന് വേണ്ടി ഒരുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് വളരെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും ചെറിയ കുട്ടികളെയൊക്കെ മേക്കപ്പാക്കി എടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം അതിന് ഞാൻ ബാൽഭവനിലുള്ള എല്ലാ ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്ത എല്ലാ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് താങ്ക്സ് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചാപ്പോൾ ഇതേ ഇപ്പോഴാണ് എന്നെ കണ്ടത്. ആൾ കണ്ടുപിടിച്ചു ഞങ്ങളെ. അപ്പോൾ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ആൾ അവിടെ നിന്ന് ഹായ് തരുന്നു, ഫ്ലൈയിങ് കിസ് തരുന്നു, എന്താണെന്നറിയില്ല, വല്ലാത്ത സന്തോഷമായിരുന്നു ആൾക്ക്. അമ്മയും അച്ഛനും ഒക്കെ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ പിള്ളേർക്കത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അതാണ് ആ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫാമിലി പിക്കൊക്കെ എടുത്തു. പിന്നെ മിഹാൻ്റെ ടീച്ചർ ഹിമാനി മാമായിട്ടൊരു പിക്ക് എടുത്തു. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, ആസ് എ പാരൻസ് ഞാനും അമ്മയും വി ആർ സോ പ്രൗഡ് ഓഫ് യു മിഹാൻ. അത്ര സൂപ്പറായിട്ട് നീ പെർഫോം ചെയ്തു. ഇങ്ങനെ തന്നെ പോവുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.